ഞാൻ റുവാണ്ടയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഇവിടെ എത്തിയിട്ട് 4ാമത്തെ ദിവസമാണിത്. രാവിലെ മൗണ്ടൻ ഗൊറില്ലകളുടെ പാർക്കൊക്കെയുള്ള വോൾക്കാനോസ് നാഷണൽ പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇപ്പോൾ മുസാൻസെ എന്ന പട്ടണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുസാൻസെ ഒരു ടൂറിസ്റ്റ് പട്ടണമാണ്. ഹോട്ടലുകളും വമ്പൻ റിസോർട്ടുകളുമൊക്കെയാണ് ഇവിടെ കാണുന്ന മിക്ക കെട്ടിടങ്ങളും. വലിയ ഷോപ്പിംഗ് മാളുകളും മറ്റു സ്ഥാപനങ്ങളുമൊക്കെയുള്ള ഒരു മോഡേൺ സിറ്റി. ഇവിടെ നിന്ന് തിരിഞ്ഞ് ഞങ്ങൾക്ക് കിനിഗി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. കിനിഗിയിലാണ് മൗണ്ടൻ ഗൊറില്ലകളുടെ ആവാസ കേന്ദ്രവും വോൾക്കാനോസ് നാഷണൽ പാർക്ക് എന്ന വലിയ പ്രദേശവും ഒരു ടൂറിസ്റ്റ് കേന്ദ്രവുമൊക്കെ ഉള്ളത്. മുസാൻസെ പട്ടണത്തിൽ പോലീസ് ട്രെയിനിംഗ് കോളേജ് മുതൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, മറ്റു പൊതുസ്ഥാപനങ്ങൾ. വളരെ പ്രൊഫഷണലായി ഭംഗിയായി ഡിസൈൻ ചെയ്ത നല്ലൊരു പട്ടണമാണ് മുസാൻസെ. മുസാൻസെയിൽ നിന്ന് 10 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം കിനിഗിയിലെത്താൻ. കിനിഗിയാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ധാരാളം വിദേശികൾ എത്തുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഒരു ഹെൽത്ത് സെന്ററാണ് ഈ കാണുന്നത്. അതും പരിസരവുമൊക്കെ എത്ര വൃത്തിയോടെയാണ് കിടക്കുന്നതെന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. സുഖകരമായ കാലാവസ്ഥ, നല്ല തണുപ്പുള്ള അന്തരീക്ഷം, വൃത്തിയുള്ള പരിസരങ്ങൾ. റുഹൻഗരി എന്നൊരു പേരുകൂടിയുണ്ട് ഈ മുസാൻസെ പട്ടണത്തിന്. റുവാണ്ടയിലെ ഏറ്റവും വലിയ 3ാമത്തെ പട്ടണമാണിത്. സൈക്കിളിൽ തടി കെട്ടിവെച്ച് ഉന്തിക്കൊണ്ടു പോകുന്ന ആളുകൾ ഇപ്പോഴും ഒരു പ്രിമിറ്റീവ് ലൈഫാണ് പിന്തുടരുന്നതെന്ന് തോന്നും. മോഡേൺ പട്ടണത്തിൽ തന്നെ തനി ഗ്രാമീണമായ കാഴ്ചകളുമുണ്ട്. ഏറ്റവും പ്രൊഫഷണലും സിസ്റ്റമാറ്റിക്കുമായ നഗരങ്ങളും ഭരണകൂടവുമാണ് ഇവിടെയുള്ളതെന്നോർക്കണം. ഇതൊക്കെ മുസാൻസെയുടെ പ്രാന്തഭാഗങ്ങളാണ്. ധാരാളം റിസോർട്ടുകളുണ്ട് ഈ പട്ടണത്തിൽ. ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. പച്ചപ്പിന്റെ നിറസാന്നിധ്യമാണ് റിസോർട്ടുകളെല്ലാം. നൂറുകണക്കിന് റിസോർട്ടുകൾ കിനിഗി, മുസാൻസെ പ്രദേശങ്ങളിലുണ്ട്. മൗണ്ടൻ ഗോറില്ലകളെ കാണാനായി ധാരാളം വിദേശികൾ വരും. അവരൊക്കെ ഇവിടെ ദിവസങ്ങളോളം താമസിക്കുകയും ചെയ്യും. അവർക്കുള്ള ഷോപ്പിംഗ് സെന്ററുകൾ, ഇൻഫർമേഷൻ സെന്ററുകൾ എന്നിങ്ങനെ പലതും ഈ പോകുന്ന വഴിക്കെല്ലാം കാണാം. അങ്ങകലെ കാണുന്നത് അഗ്നിപർവ്വതങ്ങളാണ്. 6ഓ 7ഓ അഗ്നിപർവ്വതങ്ങളുടെ ഒരു സമുച്ചയമാണ് ഈ പരിസരം. അതിനിടയ്ക്കുള്ള പ്രദേശമാണ് കിനിഗി. ഇവിടെ നല്ല കൃഷി നടക്കുന്ന സ്ഥലം കൂടിയാണ്. അഗ്നിപർവ്വത ലാവ ഒഴുകി നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇവിടുത്തേത്. കാർ കിനിഗിയിലെ ഒരു പ്രധാന സ്ഥലത്തേക്കെത്തി. ഇവിടെ ഒരു കൾച്ചറൽ സെന്ററുണ്ട്. ഗൊറില്ല ഗാർഡിയൻസ് വില്ലേജ് എന്നാണ് അതിന്റെ പേര്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടന്നു. ഒരു ഗ്രാമത്തിനകത്താണത്. തനി ഗ്രാമത്തിനകത്ത് ഒരു കൾച്ചറൽ സെന്റർ പ്രവർത്തിക്കുന്നു. ഉരുളക്കിഴങ്ങോ ബീൻസോ നട്ടിരിക്കുന്ന പറമ്പ്. ആ പുരയിടമെല്ലാം ചാടിക്കടന്നു വേണം പോകാൻ. ഗോഡൌൺ പോലെ ചെറിയ ഷെഡുകൾ, കാർഷിക ഉപകരണങ്ങളും മറ്റും സൂക്ഷിക്കുന്ന ഇടങ്ങളാവാം. അതുപോലെ മണ്ണുമെഴുകി ചുവരുണ്ടാക്കിയ വീടുകൾ. ഈ വേലിക്കെട്ടിനകത്താണ് ഗൊറില്ല ഗാർഡിയൻസ് വില്ലേജ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ നമ്മൾ അത്ഭുതപ്പെടും. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കുറെ കലാകാരന്മാർ മൂപ്പന്റെ നേതൃത്വത്തിൽ വന്ന് നൃത്തമാടിയും പാട്ടുപാടിയും സ്വീകരിക്കുകയാണ്. ഇവിടെ ഓരോ ടൂറിസ്റ്റ് വരുമ്പോഴും ഇങ്ങനെയാണ് സ്വീകരണം. മൂപ്പൻ ഒരു രസികൻ കഥാപാത്രമാണ്. അപ്പോഴേക്കും ഇവിടുത്തെ സംഘാടകരിൽ ഒരാൾ വന്നു. എന്നെ സ്വാഗതം ചെയ്തു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ബോസ്കോ എന്നാണ് പേര്. പിന്നെ കൂടെയുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തി. 30ഓളം കലാകാരന്മാർ ഇവിടെയുണ്ട്. കലാപരിപാടികളുണ്ട്. ഒപ്പം റുവാണ്ടയുടെ ഗ്രാമീണ ജീവിതത്തെ പരിചയപ്പെടുത്തുന്ന കാഴ്ചകളുമുണ്ട്. മൗണ്ടൻ ഗൊറില്ലകളുടെ സംരക്ഷണത്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് റൈസിംഗിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ആരംഭിച്ചത്. അതോടൊപ്പം പഴയ വേട്ടക്കാരെയും വനവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരെയും പുനരധിവസിപ്പിക്കുക എന്നതും ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ലക്ഷ്യമാണ്. അമ്പെയ്ത്ത് മുതൽ ഗ്രാമീണ തൊഴിലുകൾ, റുവാണ്ടയുടെ പാരമ്പര്യം, ഇതെല്ലാം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നൃത്തം, സംഗീതം, കരകൗശലം എന്നിവയെല്ലാം. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഇടമാണ്. ഇന്ന് ഈ നേരത്ത് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. എന്റെ കൂടെ ഐവാനുമുണ്ട്.
സ്ത്രീകളും ഉണ്ടിവിടെ. അവർ ചെണ്ട കൊട്ടി സ്വീകരിക്കുന്നു. ട്രഡീഷണൽ ഡ്രംസ് ആണ് കൊട്ടുന്നത്. ഭാവാഭിനയവും കോമഡിയും നൃത്തവും എല്ലാം കൂടി ചേർന്ന ഒരു കലാരൂപമാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആൾ കുറച്ച് ഉഗ്വാഗ കഴിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ടിക്കറ്റ് എടുക്കണം. അതിനുള്ള സ്ഥലത്തേക്ക് കയറി ചെന്നു. $40 മറ്റോ ആണ് ഫീസ്. പക്ഷെ എനിക്ക് $20 ടിക്കറ്റ് തന്നു. അതിനായി എന്റെ കൂടെയുള്ള ഐവാൻ ഇടപെട്ടിരുന്നു. എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും കലാകാരന്മാർ പല വഴിക്ക് പിരിഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ നമ്മുടെ മൂപ്പൻ പിന്നെയും വന്ന് എന്റെ ക്യാമറയ്ക്ക് മുൻപിൽ ചില പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ക്യാമറ കാണുമ്പോൾ പുള്ളിക്കൊരു ഹരമാണ്. എഡ്വിൻ സാബുഹോറോ എന്ന ഇന്നാട്ടുകാരൻ തന്നെയാണ് ഈ ഗൊറില്ല ഗാർഡിയൻ വില്ലേജിന്റെ സ്ഥാപകൻ. വോൾക്കാനോസ് നാഷണൽ പാർക്കിലെ ഒരു ടൂറിസ്റ്റ് വാർഡനായിരുന്നു അദ്ദേഹം. സാബുഹോറോ രാജ്യത്തിന്റെ പ്രസിഡന്റ് പോൾ കഗാമയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. വനവും മൗണ്ടൻ ഗറില്ലകളെയും സംരക്ഷിക്കുന്നതിനായി അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന ആളാണ് എഡ്വിൻ സാബുഹോറോ. 2004 വേട്ടക്കാർ പിടികൂടിയ ഒരു മൗണ്ടൻ ഗൊറില്ല കുഞ്ഞിനെ സാബുഹോറോയും റുവാണ്ടൻ സൈനികരും പോലീസും ചേർന്ന് വീണ്ടെടുത്തിരുന്നു. കടുത്ത ദാരിദ്ര്യമാണ് വേട്ടക്കാരെ നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ സാബുഹോറോ അവരുടെ പുനരധിവാസത്തിനാണ് പലരുടെയും സഹായത്തോടെ ഇങ്ങനെയൊരു കേന്ദ്രം സ്ഥാപിച്ചത്. പല പ്രവൃത്തികൾ നടക്കുന്ന ചെറിയ ചെറിയ ഷെഡുകളുണ്ട് ഇവിടെ. അതിൽ ഒരു ഷെഡിൽ കൊല്ലപ്പണിയാണ് നടക്കുന്നത്. ബ്ലാക്ക് സ്മിത്തിന്റെ ആല. ഒരു പ്രത്യേക വായ്ത്താരിയോടുകൂടിയാണ് ഒരാൾ ഉലയിലേക്ക് കാറ്റൂതുന്നത്. കോട്ടൊക്കെ ഇട്ടാണ് നിൽക്കുന്നതെങ്കിലും വളരെ ദയനീയ ഭാവമാണ്. ഒരു വായ്ത്താരിയുണ്ട് ഇവർക്ക്. ഗോമ 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 എന്നോ മറ്റോ ആണ് പറയുന്നത്. ഞാനും അത് പറയണമത്രേ. ആഫ്രിക്കയിൽ 3500 വർഷങ്ങൾക്ക് മുൻപ് ഇരുമ്പുപയോഗം തുടങ്ങിയിരുന്നെങ്കിലും റുവാണ്ടൻ മേഖലയിൽ അതെത്തിയത് 1500 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ്. വേട്ടയ്ക്കുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനാണ് ഇവർ ആദ്യകാലത്ത് ഇരുമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇരുമ്പുരുക്കി ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ റുവാണ്ടയുടെ ചില ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബോസ്കോ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴേക്കും മൂപ്പൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഒരു സാരിയൊക്കെ ചുറ്റിയാണ് നിൽപ്പ്. അമ്പും വില്ലുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അമ്പെയ്യാം. മൂപ്പൻ അമ്പെയ്ത്ത് കാണിക്കും. അമ്പെയ്ത്തിന് മുൻപ് പുള്ളിക്ക് ഒരു പാട്ടും കഥാപ്രസംഗവും ഒക്കെ ഉണ്ട്. പാട്ട് നിർത്തി മൂപ്പൻ ഉന്നം പിടിച്ച് ടാർഗറ്റിലേക്ക് എയ്തു. കൃത്യമായി കൊള്ളുകയും ചെയ്തു. പഴയ വേട്ടക്കാരനായിരുന്നിരിക്കാം ഇയാളും. നമ്മുടെ ഐവാനും വന്ന് ഉന്നം പിടിച്ചു. പക്ഷേ ഉന്നം പാളിപ്പോയി. അമ്പ് വേറെ വഴിക്ക് പോവുകയും ചെയ്തു. ഇവരുടെയൊക്കെ പൂർവികർ ഒന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബോസ്കോയും അമ്പെയ്തു. അത് ലക്ഷ്യത്തിൽ കൊണ്ടു. ഐവാൻ വിടാൻ തയ്യാറായില്ല. വീണ്ടും ശ്രമിച്ചു. ഇത്തവണയും കൊണ്ടില്ല. ഒടുവിൽ ഞങ്ങൾ മൂപ്പനോട് നന്ദി പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നടന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
പല പല ആളുകൾ പലവിധ ജോലികൾ ചെയ്യുന്നുണ്ട് ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ. Women weaves baskets. ഒരു സ്ത്രീ ഇവിടെ ഇരുന്ന് ചെറിയ കൊട്ട നെയ്യുകയാണ്. They just make crafts. They make ശരിക്കും അത് കൊട്ടയല്ല, You can just ഫ്ലവർ വേസ് ആയിട്ടോ ഫ്രൂട്ട് ബാസ്ക്കറ്റായോ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ വിദേശികൾ ധാരാളമായി വാങ്ങിച്ചുകൊണ്ടു പോകുന്നു. പുല്ലുകൊണ്ടുള്ള നെയ്യൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് വിൽക്കാൻ ഇവരുടെ തന്നെ ഒരു സുവനീർ കടയും ഈ സെന്ററിലുണ്ട്. ഇതാണ് ഉണ്ടാക്കുന്നത്. ഫിനിഷ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും. ഒരു പ്രത്യേകതരം പുല്ലുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. പുല്ലും ചായം മുക്കിയ പനനാര് പോലുള്ള ചരടും കൊണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ്. പണി പൂർത്തിയായവ ഇങ്ങനെയൊക്കെ ഇരിക്കും. കെനിയയിലും ഉഗാണ്ടയിലും റുവാണ്ടയിലുമൊക്കെ ഇത്തരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ ഇട്ടുവെക്കാനും അരി ഇട്ടുവെക്കാനുമൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഇത്തരം കുട്ടകളും പാത്രങ്ങളുമാണ്. ഇപ്പോൾ ഇത് പക്ഷേ സുവനീറാണ്. വസ്ത്രം വരെ ഇട്ടുവച്ചിരുന്നത് പുല്ലുകൊണ്ടു നെയ്ത കുട്ടകളിലായിരുന്നു ഒരു കാലത്ത്. അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന റുവാണ്ടൻ സിസ്റ്റമാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെയുള്ള വലിയ ചുരയ്ക്കാ തോടിലാണ് ഇവർ പാലും വെള്ളവും മറ്റു പാനീയങ്ങളുമൊക്കെ സൂക്ഷിച്ചിരുന്നത്. വലിയ ചുരക്കയുടെ ഉണങ്ങിയ തൊണ്ട് use that one. അതിനകം ചുരണ്ടിക്കളഞ്ഞ് ഒരു കുടം പോലെ വൃത്തിയാക്കിയെടുക്കുന്നു. പാത്രത്തിലുള്ള പാലിലേക്ക് മോരൊഴിച്ച് അതിനെ തൈരാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇവർ കാണിക്കുന്നത്. പശുക്കൾക്കും പാലിനും റുവാണ്ടൻ സമൂഹത്തിൽ പവിത്രമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. റുവാണ്ടക്കാരുടെ വീട്ടിൽ പണ്ടുമുതലേ പാലും പാലുൽപ്പന്നങ്ങളും സൂക്ഷിക്കാൻ പ്രത്യേകമായ ഒരു സ്ഥലമുണ്ടാകും. ഉറുഹിംബി എന്നാണ് അതിന് പറയുക. ചുവന്ന മണ്ണും ധാന്യമാവും കരിയും ഉപയോഗിച്ച് പ്രത്യേക ചിത്രപ്പണികളാൽ അലങ്കരിച്ച സ്ഥലമായിരിക്കും അത്. പാലും തൈരും മോരും വെണ്ണയും നെയ്യും സൂക്ഷിക്കാൻ പ്രത്യേകം പേരും രൂപവുമുള്ള പാത്രങ്ങളുണ്ട്. പാൽക്കുടത്തിന് ഇൻജോമെ എന്നാണ് പറയുക. തൈരുണ്ടാക്കുന്നതിനുള്ള ചുരക്കാക്കുടം ഇഗിസാബോ എന്നറിയപ്പെടുന്നു. അങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ പാത്രങ്ങളുണ്ട്. അടുത്ത് വേറൊരു ഷെഡ്. ഇതിവിടുത്തെ ധാന്യ സംഭരണിയാണ്. ഗ്രാനറി എന്ന് പറയും. ഇതിനകത്താണ് ഇവർ വിളവെടുപ്പിന് ശേഷം ധാന്യം സൂക്ഷിച്ചിരുന്നത്. ഇപ്പോഴും ഇത്തരം സംവിധാനങ്ങളെല്ലാം പല ഗ്രാമങ്ങളിലുമുണ്ട്. ഇവിടെ വേറൊരു കുട്ട കാണാം. തേൻ കൂടയാണ്. ഇതിനുള്ളിൽ തേനീച്ചകളുടെ ഒരു റാണിയെ ഇട്ട് കാട്ടിൽ കൊണ്ടുപോയി മരത്തിൽ കെട്ടിത്തൂക്കിയിടും. അതിൽ തേനീച്ച വന്ന് നിറഞ്ഞ് തേൻ ഉണ്ടാകുകയും ചെയ്യും. വേറൊരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ നിലത്തിരിക്കുന്നുണ്ട്. ധാന്യം പൊടിക്കുന്നതാണ് ഇവരുടെ ജോലി. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ, പക്ഷേ അത്രയും ഭംഗിയുള്ള കല്ലല്ലെന്നു മാത്രം. അമ്മിയും അരകല്ലും പ്രാകൃത രൂപത്തിൽ തന്നെയാണ്. ചെറുധാന്യങ്ങളാണ് ഇങ്ങനെ പൊടിക്കുക. വേറൊരു ഭാഗത്ത് ബനാന ബിയർ ഉണ്ടാക്കുന്ന ആളാണ്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ബിയറാണ് വാഴപ്പഴത്തിൽ നിന്നുള്ളത്. പലതരം ബിയറുകളുണ്ട് ഇവർക്ക്. പാശ്ചാത്യ ബിയറിന്റെ സ്വഭാവമല്ല ഇവിടെ ഉണ്ടാക്കുന്നതിന്. ഒരു തരം നാടൻ മദ്യം തന്നെയാണ്. വെട്ടിയെടുത്ത വാഴക്കുല മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ വെച്ച് മണ്ണ് വീഴാത്ത വിധം വാഴത്തടകൾ കുഴിയുടെ മേലെ അടുക്കി മണ്ണിട്ട് മൂടിവെക്കുന്നു. 5-6 ദിവസത്തിനകം ചീഞ്ഞു തുടങ്ങിയ പഴം പുറത്തെടുത്ത് തൊലി കളഞ്ഞ് മരവീപ്പയിൽ ഇട്ട് നല്ല പോലെ കുഴയ്ക്കുന്നു. പിന്നെ അതിൽ വറുത്ത മണിച്ചോളത്തിന്റെ പൊടിയും മറ്റും ചേർത്ത ശേഷം 3 ദിവസം പുളിപ്പിക്കാൻ വെക്കും. തുടർന്ന് അത് അരിച്ചെടുത്താണ് ബിയറാക്കി പാത്രങ്ങളിൽ നിറയ്ക്കുക. അടുത്തതായി പരമ്പരാഗത മരുന്നുകളെക്കുറിച്ച് വിവരിക്കുന്ന കുടിലാണ്. ഇവിടെ മൃഗത്തോലും തൊപ്പിയും അണിഞ്ഞു നിൽക്കുന്ന ഒരു വൈദ്യനുണ്ട്. മുറിവ്, നടുവേദന, അസ്ഥിവേദന, ഒടിവ്, ചതവ് എന്നിവയ്ക്കെല്ലാമുള്ള മരുന്നുകൾ ഇവരുടെ നാടൻ വൈദ്യത്തിലുണ്ട്. പുറംവേദനയ്ക്കുള്ള മരുന്ന്, തലവേദനയ്ക്കുള്ളത്, അങ്ങനെ പലതും. നാരങ്ങ മുട്ടുവേദനയ്ക്കാണ് ഉപയോഗിക്കുന്നത്. വേറൊരു പച്ചമരുന്ന് കാണിച്ചു. ഇത് നാച്ചുറൽ വയാഗ്രയാണെന്നാണ് പറയുന്നത്. അവിടവും പിന്നിട്ട് നടന്നു. അടുത്ത ഒരു പറമ്പിലേക്ക് പോവുകയാണ്. ആ പറമ്പിൽ കുറെ പുൽവീടുകളാണ് ഉള്ളത്. ആ പുൽവീടുകൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള രാജാവിന്റെ കൊട്ടാരക്കെട്ടുകളാണ്. പലതരം വീടുകൾ ഒരു മൈതാനത്തിന്റെ ചുറ്റിലുമായിട്ട് നിർമ്മിച്ചു വച്ചിരിക്കുന്നു. പ്രധാന നിർമ്മിതി രാജാവിന്റെ വസതിയാണ്. അതിൽ നിന്ന് തുടങ്ങി നിരനിരയായി കുറെ കുടിലുകൾ.
പാൽ സൂക്ഷിക്കുന്നതും ബിയർ സൂക്ഷിക്കുന്നതും രാജാവിന്റെ ഭാര്യമാർ വസിക്കുന്നതും മക്കൾ താമസിക്കുന്നതുമായ കെട്ടിടങ്ങളാണ്. രാജകൊട്ടാരത്തിന്റെ ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. വലിയൊരു പറമ്പ് നിറയെ ഒരു സാംസ്കാരിക കേന്ദ്രമായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ രാജാവിന്റെ വീടിനകത്തേക്ക് നടന്നു. അവിടെ ഒരു കലാകാരൻ ഇരിപ്പുണ്ട്. അയാൾ ഒരു സംഗീത ഉപകരണം മീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനാങ്ക എന്ന ഉപകരണമാണിത്. റുവാണ്ടയിലും ബുറുണ്ടിയിലും ഉഗാണ്ടയിലുമൊക്കെ പ്രചാരത്തിലുള്ള ഒരു സംഗീത ഉപകരണം. റുവാണ്ടൻ സംഗീതവും നൃത്തവുമൊക്കെ ആഫ്രിക്കൻ കലകളിൽ സവിശേഷമായതാണ്. ഇക്കിന്നിംബ എന്ന സംഗീത പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇദ്ദേഹത്തിന്റെ ഈ പാട്ടും. റുവാണ്ടൻ വീരയോദ്ധാക്കളുടെയും രാജാക്കന്മാരുടെയും കഥകൾ ഇനാങ്ക, ഇങ്കോമ തുടങ്ങിയ വാദ്യങ്ങൾ മീട്ടി പാടുന്നതാണ് ഇക്കിനിംബ സംഗീതം. ഉയരം കുറഞ്ഞ പിഗ്മി വിഭാഗത്തിൽപ്പെട്ട തിവ മനുഷ്യരായിരുന്നു ആദിമകാലത്തെ റുവാണ്ടൻ നിവാസികൾ. അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞവരാണ് ഇന്ന് റുവാണ്ടയിലെ ഭൂരിപക്ഷ ജനവിഭാഗമായ ഹുട്ടുക്കൾ. 12-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ടുട്സി വിഭാഗക്കാരും ഇവിടേക്ക് വന്നു. അവർ രാജവംശങ്ങൾ സ്ഥാപിക്കുകയും മറ്റു സമൂഹങ്ങളെ കീഴടക്കി ഭരിക്കുകയും ചെയ്തു. റുവാണ്ടയിൽ വലിയ രാജകൊട്ടാരങ്ങൾ ഉണ്ടാക്കിയതും ആദ്യമായി ചിട്ടയുള്ള സൈന്യം രൂപീകരിച്ചതുമെല്ലാം അവരാണ്. ഇവിടെയുള്ളത് രാജകൊട്ടാരത്തിനകത്ത് രാജാവ് വിശ്രമിക്കുന്ന മുറിയും സിറ്റിംഗ് റൂമുമൊക്കെയാണ്. ഇതാണ് രാജാവിന്റെ കിടപ്പറ. അത്തിയുടെ തോലിലാണ് രാജാവ് കിടന്നിരുന്നത്. കലാകാരൻ പാട്ട് തുടരുകയാണ്. ഹുട്ടുക്കളും ടുട്സികളും തമ്മിലുള്ള ഏറ്റുമുട്ടലും 1994 നടന്ന അതിഭീകരമായ വംശഹത്യയുമെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ വംശങ്ങൾ തമ്മിൽ നിലനിന്ന സംഘർഷത്തിന്റെ പരിണിത ഫലമാണ്. ഹുട്ടു ജനതയാണ് ഏതാണ്ട് 1500 വർഷം മുൻപ് റുവാണ്ടയിലെ പല ഭാഗങ്ങളും കൃഷിയോഗ്യമാക്കിയെടുത്തത്. അവർ തെളിച്ചെടുത്ത വനപ്രദേശങ്ങളിലേക്ക് കാലി വളർത്തി ജീവിച്ചിരുന്ന ടുട്സികൾ കൂട്ടത്തോടെ എത്തി. അതോടെ സംഘർഷങ്ങളും പതിവായി. ഞാൻ തിരികെ ഇവിടേക്ക് ആദ്യം വന്നു കയറിയ പുൽമേട്ടിലേക്ക് തന്നെ ചെന്നു. ഇവിടെ കുറെ കലാകാരന്മാർ വട്ടം കൂടി നിൽപ്പുണ്ട്. റുവാണ്ടക്കാരുടെ പരമ്പരാഗത വിവാഹ ചടങ്ങുകളുടെ ഒരു ഡെമോൺസ്ട്രേഷനുള്ള വട്ടം കൂട്ടലാണ്. വധുവിനെ വരന്റെ വീട്ടിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുപോകുന്ന ചടങ്ങ്. അതാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹം. വധുവിനെ വരന്റെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം. കൊട്ടും പാട്ടും മദ്യവും സൽക്കാരവുമൊക്കെ ആയിട്ടായിരിക്കും യാത്ര. ആ പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഏതാനും പാശ്ചാത്യ ടൂറിസ്റ്റുകൾ കൂടിയെത്തി. അവർക്കും എനിക്ക് മുൻപിൽ ഒന്നിച്ച് കലാപരിപാടി തുടങ്ങാനുള്ള ഒരുക്കമാണ്. ബിയർ കുടങ്ങളാണ് ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നത്. കല്യാണത്തിന്റെ ആഘോഷത്തിലെ ഒരു പ്രധാന സംഗതിയാണ് ബിയർ. ഫോട്ടോഗ്രഫി ഹരമായിട്ടുള്ളവരാണ് വരുന്ന ടൂറിസ്റ്റുകൾ. ഞങ്ങൾ വട്ടത്തിൽ നിന്നു. ഇനി പല്ലക്കിലിരുത്താൻ ഒരു മണവാട്ടിയെ വേണം. ടൂറിസ്റ്റുകളിൽ നിന്നും ഒരു മദാമയെ പിടിച്ച് പല്ലക്കിൽ കയറ്റിയിരുത്തി. അതായത് തൽക്കാലത്തേക്ക് അവരാണ് വധു. വധുവിനെ ഈ പല്ലക്കിൽ ഇരുത്തിയാണ് വരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവരെ ഒരു തുണി കൊണ്ട് പുതപ്പിക്കുന്നു. വരനുള്ള കാഴ്ചവസ്തുക്കളാണ് മറ്റു സ്ത്രീകളുടെ പക്കലുള്ളത്. നല്ല ആരോഗ്യമുള്ള പുരുഷന്മാർ ആ പല്ലക്ക് ചുമക്കുന്നു. വധുവിനെ വരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക ഇങ്ങനെയാണ്. ബിയർ നിറച്ച കുടങ്ങളുമായി 2 പേർ മുൻപേ പോകുന്നുണ്ട്. അതാണ് ആദ്യം ചെല്ലേണ്ടത്. റുവാണ്ടൻ വിവാഹത്തിൽ ഇൻഗോബി എന്നാണ് ഈ ചടങ്ങിന് പേര്. ശരിക്കും വധു ഇരിക്കുന്ന പല്ലക്കിന്റെ പേരാണ് ഇൻഗോബി. ഈ ഘോഷയാത്രയ്ക്കും അതേ പേര് വന്നതാണ്. വിവാഹ ദിവസം വധുവിന്റെ വീട് മുതൽ വരന്റെ വീട് വരെയുള്ള വഴിയിൽ വധുവിന്റെ കാൽപ്പാടുകൾ പതിയരുതെന്നാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് പല്ലക്കിലെടുത്തു കൊണ്ടുപോകുന്നത്.
അങ്ങനെ വരന്റെ വീട്ടിൽ വധുവിനെ എത്തിക്കുന്നു. ചുമട്ടുകാർ വീടിനു മുന്നിൽ പല്ലക്കിറക്കി വരനെ പരിചയപ്പെടുത്തി. മദാമ്മയുടെ ഭർത്താവിനെ തന്നെയാണ് വരനായി അഭിനയിപ്പിക്കുന്നത്. മണിയറയിലേക്ക് വധുവിനെ കയറ്റിവിട്ടു. പല്ലക്കുമായി കൂട്ടുകാരും നാട്ടുകാരും പോയി. കൂടെ വന്ന പെണ്ണുങ്ങൾ കാഴ്ചവസ്തുക്കൾ വരനെ ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ അവരും മടങ്ങുകയായി. ദിവസങ്ങൾ നീളുന്ന ചടങ്ങാണ് ഇപ്പോഴും റുവാണ്ടയിലെ വിവാഹങ്ങൾക്കുള്ളത്. ഇന്നിവിടെ ഇത് ഞങ്ങൾക്ക് മുൻപിൽ പരിമിതമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കല്യാണ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു.